ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇരിക്കുന്നു വിചാരിക്കേണ്ട, രാവിലെ തന്നെ ദോശയൊക്കെ ചുട്ടു. തലേന്ന് പിന്നെ സാമ്പാർ നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, ഞാനും അതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ മോളോട് പറഞ്ഞ് എനിക്കൊരു ചായ ഇട്ട് തരാം കേട്ടോ. അതിൻ്റെ ചെറിയൊരു മോന്തയുണ്ട് കേട്ടോ, അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ എല്ലാം വെക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കുന്നത് ഇഷ്ടമല്ല. അതൊരു ശീലമാണ്, എന്താണെന്നറിയില്ല. ചേട്ടനാ മിക്കവാറും ഇട്ട് തരുന്നത് കേട്ടോ. അങ്ങനെ ആ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി മോള് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ഞാനിപ്പോൾ കഴിച്ചില്ല. അപ്പോൾ നമ്മൾ രാവിലെയാണ് മീൻ മേടിച്ചത് കേട്ടോ. ചേട്ടൻ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ടുവന്ന്, രാത്രി മീനില്ലാത്തതാണ്. പിന്നെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. അതുകൊണ്ട് പിന്നെ ചേട്ടൻ വർഷാവി ചോറ് കൊണ്ടുപോയില്ല കേട്ടോ. മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോകത്തില്ല. ഞാൻ പറഞ്ഞ് മുട്ട പൊരിച്ച് സാമ്പാർ അച്ചാറൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇഷ്ടമല്ല. മീൻ തന്നെ വേണം കേട്ടോ ചേട്ടൻ, എന്നാലേ ചോറ് തിന്നാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ മീൻ കറി വെക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അപ്പം ഞായറാഴ്ച നമ്മൾ കുറച്ച് കപ്പക്കിഴങ്ങ് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചത് ഇന്നങ്ങ് വേവിക്കാം, എല്ലാ ജോലിയും ചെയ്യുമ്പോൾ അതുകൂടെ ചെയ്യാമല്ലോ. അങ്ങനെ പീരയ്ക്കൊക്കെ അരച്ച് വെച്ചു. അപ്പം മത്തി കുറച്ചെടുത്ത് പീര വെച്ചു. പിന്നെ നമുക്ക് അതിലെ കറി വെക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ അതിനുള്ള പീരയ്ക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിടുവാന്ന്. തക്കാളി, കപ്പയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഉപ്പും കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ആ പിഴിപുളി ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അരപ്പും കൂടെ തട്ടിയിട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കലക്കി അങ്ങ് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി അങ്ങ് വെച്ചിട്ട് പിന്നെ മീൻ അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ പീരയ്ക്കുള്ളതും കറിക്കുള്ളതും പിന്നെ പൊരിക്കാനുള്ളതും ഒക്കെ വരഞ്ഞ് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പീരയുടെ കറി തിളച്ച് വന്നപ്പം പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ. ഇനി ഇതാ പൊരിക്കാനുള്ളത് എല്ലാ പൊടികളും ഇട്ടു. പൊടികളല്ല, ഞാൻ പിന്നെ കുരുമുളകും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെ എല്ലാം തട്ടിയിട്ട് പൊരിക്കാനൊക്കെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അരച്ച് പുരട്ടാനായിട്ട് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മുളക് കറി വെക്കാനുള്ള എല്ലാ അരിയുമാണ്. കാണുമ്പോൾ എന്തോ ഒരു എളുപ്പമല്ലേ, നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക്. വീഡിയോ എടുക്കുന്ന മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ലേ വീഡിയോ എടുക്കുമല്ലേ. കട്ടയൊക്കെ അടുപ്പിൽ വെച്ചു. എന്നിട്ട് കടുക് വറുത്ത് കുറച്ച് പീരയൊക്കെ ഒഴിച്ചതിന് ശേഷം ബാക്കി നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഞാൻ പൊടിയൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് തന്നെ നമ്മൾ പൊരിക്കാനുള്ളതും വെക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പം ജോലികൾ കഴിയട്ടെ. കാരണം എന്നാൽ മോൻ പരീക്ഷയ്ക്ക് പോയേക്കും. അപ്പോൾ 2 മണിക്ക് വരും കേട്ടോ. ഞാൻ താമസിച്ച പണികൾ തുടങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് കറി വെക്കുന്നത് കൊണ്ട് അവന് മീൻ കറി വേണം. മീൻ കറി എന്ന് വെച്ചാൽ അവന് ഇതാണ് കേട്ടോ, എന്തോ ചാറ് മതി, പിന്നെ മീൻ പൊരിച്ചതും. അപ്പോൾ അത് കൂട്ടി തിന്നാനാണ് ഇഷ്ടം. എന്നാലും മീൻ കറിയുടെ ചാറാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പൊടിക്കകത്ത് ഞാൻ ചേർത്തിട്ട് ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ കുരുമുളക് പൊടി അത്ര ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി അടച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അതൊന്ന് എണ്ണ തെളിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കലക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ അത് തിളച്ച് വരട്ടെ എന്ന് വെച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ വറുത്തു. അപ്പോൾ നമുക്ക് നല്ല ഇരുട്ടി അടച്ച് മഴ വരുന്നു കേട്ടോ. അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പാചകം. കുറച്ച് വെളിച്ചക്കുറവുണ്ടായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരി വെളിച്ചം വേണമല്ലോ. അങ്ങനെ അയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങ് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി തിളച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അത് തിളച്ച് ഇനി ചെറിയ തീയിലൊക്കെ വെച്ചേക്കും. അപ്പോൾ കുറച്ച് സമയം ഞാൻ മോളടുത്ത് പോയിരുന്നു കേട്ടോ. അവൾ പഠിക്കുകയും എഴുതിയൊക്കെ ചെയ്യും. ഒരു പരീക്ഷകളുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ വറുത്ത് നമ്മളുടെ പീരയും പിന്നെ കറി ഇതാ അവിടെ ഇങ്ങനെ വറ്റി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മുട്ട പുഴുങ്ങാൻ വെച്ചു കേട്ടോ. മുട്ട വേണമെന്ന്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് മഴയൊക്കെ ഒന്ന് എടുത്തത് ചെറുതായിട്ട് ചാറി, പക്ഷേ ഭയങ്കര കോള് വരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ പോയി നിന്ന്. അപ്പോൾ ആ കറിയൊക്കെ നല്ല വറ്റി വന്നു. അപ്പോൾ ഞാൻ മോളത്ത് പറഞ്ഞത് കേട്ടോ, എല്ലാം ഒതുക്കിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അവൾ എൻ്റെ കൂടെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ താമസിച്ച് കഴിക്കാൻ കുളിക്കുകയൊക്കെ വേണം. അവൾ പിന്നെ അവിടെ എല്ലാം ഒന്ന് തേച്ച് കഴിട്ട് പാത്രമൊക്കെ ഞാൻ കഴുകി കൊടുത്തു കേട്ടോ. അന്നേരം പിന്നെ എളുപ്പം ഉണ്ടായിരുന്നല്ലോ, ഫുള്ളൊന്ന് ഒതുക്കിയിട്ടാൽ മതിയായിരുന്നു. അങ്ങനെ അവൾ പിന്നെ അവിടെ കഴുകാനൊക്കെ ഇട്ട് ഞങ്ങൾ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജോലികൾ ചെയ്യും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒരു സന്തോഷം. എനിക്ക് ഇവളുണ്ടെങ്കിൽ പകല് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ മോള് പിന്നെ ചോറ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറയുവാണ് കേട്ടോ, മീൻ പൊരിച്ചതുണ്ടായിട്ടും മുട്ട പുഴുങ്ങിയത്. നമുക്ക് മുട്ട പുഴുങ്ങിയതാണ് ഇഷ്ടം, വറുക്കുന്നതിനെക്കാട്ടിയേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാണ് ഇഷ്ടം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ചാറും പിന്നെ സാമ്പാറും കൂടെ ഒക്കെ എടുത്താണ് അവൾ കഴിച്ചത്. ഒത്തിരി കറികൾ ഇങ്ങനെ വേണം. ചോറ് ഇത്തിരി കഴിക്കത്തുള്ളൂ, കറികൾ എന്നെ പോലെ തന്നെ കേട്ടോ. അവർക്ക് മീൻ കറികളൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ മണം വരാൻ വേണ്ടി ഫുള്ള് ചന്ദനത്തിൽ കത്തിച്ച് വെക്കണം കേട്ടോ. മോക്കാണെങ്കിൽ ഭയങ്കര തുമ്മല. എല്ലാ തിരിക്കൊന്നും പ്രശ്നമൊന്നും കേട്ടോ, ചില തിരികൾ അതുകൊണ്ട് മാറ്റി മാറ്റി നോക്കിയൊക്കെ മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് മണം ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വീട് മുഴുവനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ ആണെന്ന് കൂട്ടുകാർ ഫുള്ള് കാണണേ. അപ്പോൾ ഓക്കേ, ബൈ.